ധർമ്മസ്ഥല വടക്കൻ കേരളത്തിലെയും ദക്ഷിണ കന്നഡയിലെയും വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രം. ഹിന്ദു ജൈന സംസ്കാരങ്ങളുടെ സംഗമഭൂമി. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ പേര് നിറഞ്ഞു നിൽക്കുന്നത് മറ്റ് പല അർത്ഥങ്ങളിലുമാണ്. ധർമ്മസ്ഥല എന്ന ആ പേരിനിപ്പോൾ രക്തത്തിൻ്റെ മണമാണ്. ഹൈസ്കൂൾ അധ്യാപികയായ വേദവല്ലി മുതൽ PUC വിദ്യാർത്ഥിനിയായ സൗജന്യ വരെ പോലീസ് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയ കൊലപാതകങ്ങൾ ഇത്രയാണ്. എന്നാൽ ഈ വനഭാഗത്ത് 1000 ആത്മാക്കൾ ഇനിയും നീതിക്കായി അലയുന്നുണ്ട്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദം മുതലാണ് ഇവിടെ ഈ ക്രൂരതകൾ സ്ഥിരം കാഴ്ചയായി തുടങ്ങിയത്. എത്രയോ നിരാലംബരായ കുടുംബങ്ങളുടെ നിലവിളി ഇവിടെ നിന്നും ഉയർന്നു കേട്ടു. സാധാരണക്കാർക്ക് ആശ്രയമായി നിൽക്കേണ്ട സർക്കാരും നിയമപാലകരും ചുമതല മറന്നു അധികാര കേന്ദ്രങ്ങളെ സഹായിക്കാനായി അണിനിരന്നു. ആയിരത്തി 1998 മുതൽ 2014 വരെയുള്ള കാലയളവിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകളുടെ മൃതദേഹമാണ് ധർമ്മസ്ഥലയിലും പരിസരങ്ങളിലുമായി കുഴിച്ചിട്ടതെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ശുചീകരണ തൊഴിലാളി നടത്തി. ആദ്യഘട്ടത്തിൽ പോലീസ് നിസ്സംഗഭാവത്തിലായിരുന്നു. പിന്നീട് സർക്കാരിന് സമ്മർദ്ദമേറിയതോടെ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ വന്നു. മുൻ ശുചീകരണ തൊഴിലാളി കോടതിക്ക് മുൻപിൽ മൊഴി നൽകിയതോടെ ധർമ്മസ്ഥലയിലെ അധാർമികതകൾ പതിയെ മറനീക്കി പുറത്തു വരാൻ തുടങ്ങി. എന്നാൽ CBI സംഘത്തിന് പോലും തെളിവുകൾ ലഭിക്കാതിരിക്കാൻ ഏതറ്റം വരെയും പോയ അവിടം ഭരിക്കുന്നവർ പലരെയും നിശബ്ദരാക്കാൻ നോക്കി. എന്നാൽ ഉള്ളിലെ വേദന അടക്കിപ്പിടിച്ച ഒരു ജനത വലിയ പ്രതിഷേധവുമായി അണിനിരന്നു. ശരീരം ആഗ്രഹിച്ച് സ്ത്രീകളെ മാത്രമല്ല ഈ ക്രിമിനൽ സംഘം ഇല്ലാതാക്കിയത്. ഒടുവിൽ അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരെ പോലും നിശബ്ദരാക്കാൻ D ഗ്യാങ് രംഗത്ത് വന്നു. വനഭൂമിയിലെയും പുഴക്കരയിലെയും തിരച്ചിൽ ദിവസങ്ങൾ പിന്നിട്ടു. ആദ്യ ദിവസങ്ങളിൽ തൊഴിലാളികളെയും പിന്നീട് മണ്ണുമാന്തി യന്ത്രവും ഉപയോഗിച്ചായിരുന്നു പരിശോധന. ഇപ്പോഴത് റഡാറിലേക്കും മറ്റ് സാങ്കേതിക വിദ്യകളിലേക്കും വഴിമാറി. ഇപ്പോൾ 2ാം ഘട്ട തിരച്ചിലിലേക്ക് അന്വേഷണ സംഘം കടന്നു. ക്ഷേത്രഭൂമിക്ക് ചുറ്റുമുള്ള പരിസരങ്ങളിലേക്കാണ് ഇപ്പോൾ തിരച്ചിൽ വ്യാപിച്ചിരിക്കുന്നത്. നേത്രാവതിക്കരയിലും വനഭൂമിയിലുമായി ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുന്നു. 6ഉം 11ഉം പോയിന്റുകളിൽ നിന്ന് ലഭിച്ച അസ്ഥികളുടെ വിശദമായ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇനിയും വരാനിരിക്കുന്നു. അതിനിടയിൽ അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസി എത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഒരേ സമയം പലയിടങ്ങളിൽ നിന്നും ഭീഷണി ഉയർന്നു. എന്നാൽ കീഴടങ്ങി മടങ്ങാൻ ഭീമ തയ്യാറായില്ല. പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന ധൈര്യത്തിൻ്റെ പുറത്ത് ഒട്ടേറെ വെളിപ്പെടുത്തലുകളുമായി സാധാരണക്കാർ രംഗത്തിറങ്ങി. ഇനിയൊരു പക്ഷേ ലാറ്റിൻ അമേരിക്കൻ കുരുതിക്കളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളുടെ തെളിവുകൾ അവിടെ നിന്ന് കണ്ടെടുക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് സാക്ഷിയും അന്വേഷണ സംഘവും. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, ധർമ്മസ്ഥല.